മിശിഹായിൽ പ്രിയമുള്ളവരെ, ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളൊരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരു ലാസറിൻ്റെ കഥ. ലാസർ ദരിദ്രനായിരുന്നു. അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി അദ്ദേഹം അധ്വാനിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റിയിരുന്നു, തൻ്റെ ഭാര്യയെ പോറ്റിയിരുന്നു. അവർക്ക് വേലയെടുക്കാൻ വയ്യ. ഇയാൾ ഫാക്ടറിയിലേക്ക് ജോലിക്ക് പോകുന്ന വഴിക്കൊരു പള്ളിയുണ്ട്. പള്ളിയുടെ വാതിക്കൽ വന്നിട്ട്, കർത്താവേ, ലാസർ വന്നു, ലാസർ പോകുന്നു എന്ന് പറയുമായിരുന്നു. ഇയാൾ 10-70 വയസ്സ് വരെ ജോലിയെടുത്ത് ജീവിച്ചു. അവസാനം ഇയാൾ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ ഈശോ വന്നിട്ട് പറയുകയാണ്, ലാസറെ, നിന്റെ ഈശോ വന്നു, പക്ഷെ ഈശോ പോകുന്നില്ല. 10-70 വർഷം അനുദിനം അയാൾക്ക് പ്രാർത്ഥിക്കാൻ പോലും നേരമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൽ രാപകലില്ലാതെ അധ്വാനിച്ചിട്ടാണ് കുടുംബം പോറ്റിയിരുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം പള്ളിയുടെ മുമ്പിൽ വന്നിട്ട്, കർത്താവേ, ലാസർ വന്നു, ലാസർ പോകുന്നു എന്ന് പറയുമായിരുന്നു. ഈ 10-70 വർഷത്തെ ഓരോ നിമിഷങ്ങൾ ഒരുമിച്ച് കൂട്ടി കർത്താവിൻ്റെ കണക്കിൽ അത് 1000 മടങ്ങിന് സമ്മാനം കൊടുത്തപ്പോൾ ലാസറിൻ്റെ അടുത്ത് വന്നിട്ട് കർത്താവ് പറയാണ്, ലാസറെ, നിന്റെ ഈശോ വന്നു, ഈശോ പോകുന്നില്ല. അനശ്വരമായ ആ സൗഭാഗ്യത്തിലേക്ക് ലാസർ കടന്നുപോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ നമ്മുടെ മരണ വിനാഴികയിൽ കർത്താവ് കടന്നു വന്നിട്ട്, മോനെ, മോളെ, നിന്റെ ഈശോ വന്നു നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ, എൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയാനിടയാകണം. അതിനുവേണ്ടി നമുക്ക് അധ്വാനിക്കാം. ആത്മാവിനെക്കുറിച്ച് ആകുലപ്പെടാം. നമുക്ക് ശരീരത്തെക്കുറിച്ചോ ലൗകികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ നമ്മൾ അസ്വസ്ഥരാകണ്ട. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും അന്വേഷിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരാൻ നിങ്ങളുടെ കർത്താവ് സംപ്രീതനാണ്. നമുക്കതിൽ അടിയുറച്ച് വിശ്വസിക്കാം. കർത്താവെ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്നും ആത്മാവിന് വേണ്ടി മാത്രം ദഹിക്കാൻ, ദൈവമഹത്വത്തിനായിട്ടും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും മാത്രം പ്രവർത്തിക്കാനായിട്ട്, ലൗകിക നേട്ടങ്ങളുടെ പുറകെ അസ്വസ്ഥരാകാതിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.